ഒരൊറ്റ അഭിനയ മിസ്റ്റേക്ക് കൊണ്ട് ഭാവി തന്നെ ഇല്ലാതെയാകുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ പ്രത്യക്ഷത്തിലുള്ള ഒരു തെളിവാണ് വീണ ജോർജിൻ്റെ രാഷ്ട്രീയ ഭാവി. കഴിഞ്ഞ ദിവസം വീണ ജോർജിൻ്റെ ഭർത്താവ് ശ്രീമാൻ ജോർജ് തന്നെ CPMൻ്റെ പാർട്ടി നേതൃത്വത്തോട് വീണ ജോർജിനെ ഇനി മത്സരിപ്പിക്കരുത് എന്ന് കൃത്യമായിട്ടും അദ്ദേഹം ശക്തമായി തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. കാരണം വീണ ജോർജിൻ്റെ പൊതുവേ ഉണ്ടായിരുന്ന ഭരണ പരാജയം, ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങൾ പൊതുമണ്ഡലത്തിൽ എല്ലാ ദിവസവും ചർച്ച ചെയ്തുകൊണ്ടിരിക്കെ തന്നെ സ്വാഭാവികമായിട്ടും വീണ ജോർജിൻ്റെ ഭർത്താവ് എന്ന നിലയിലും അതുപോലെ തന്നെ അവരുടെ ഫാമിലി മൊത്തത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് പൊതുസമൂഹത്തിൽ വളരെ അപഹാസ്യമാക്കപ്പെടുന്നു എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ടായിരിക്കാം ജോർജ് അങ്ങനെ ഒരു നിലപാടെടുത്തത് എന്ന് കരുതേണ്ടിയിരിക്കുന്നു. കാരണം വീണ ജോർജിൻ്റെ ആ ഒരു പ്രവർത്തനം എല്ലാ ദിവസവും തന്നെ മാധ്യമങ്ങളിലൂടെ ആണെങ്കിലും സോഷ്യൽ മീഡിയകളിലൂടെ ആണെങ്കിലും അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിലാണെങ്കിലും ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആരോഗ്യമന്ത്രി എന്ന നിലയിൽ തീർത്തും പരാജയം എന്നുള്ളതിന് 100% മാർക്ക്, പരാജയം എന്നുള്ള കാര്യത്തിൽ 100% മാർക്ക് കൊടുക്കാവുന്ന ഒരു മന്ത്രി ആയിരുന്നതുകൊണ്ട് തന്നെയും അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിലെ അവരുടെ പ്രവർത്തനങ്ങൾ തികച്ചും പരാജയം എന്നുള്ളതിന് വളരെ അടിവരയിടുന്ന രീതിയിലും അതോടൊപ്പം തന്നെ അവർ കാട്ടിക്കൂട്ടുന്ന ചില അഭിനയ പാടവങ്ങൾ അല്ലെങ്കിൽ അഭിനയത്തിൻ്റേതായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, അത് ഡാൻസുകളിലാണെങ്കിലും നമുക്കറിയാം സുംബ ഡാൻസ് ഇവിടെ രോഗികൾ മരിച്ചു വീഴുന്ന സന്ദർഭത്തിലും ശരിക്കും റോമൻ ചക്രവർത്തി വീണ വായിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞതുപോലുള്ള സുംബ ഡാൻസുകളെയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നതും, പിന്നെ ഏറ്റവും അടുത്ത ദിവസം ഈ കണ്ണൂരിലുണ്ടായിരുന്ന ആ വീണാഭിനയം, ഓസ്കാർ അവാർഡിന് വേണ്ടിയിട്ട് കളിച്ച ആ ഒരു നാടക അഭിനയം, ആ ഒരു അഭിനയം എത്രമാത്രം ഡാമേജ് ഉണ്ടാക്കി എന്നുള്ളത് ഈ ജോർജ് തന്നെ തിരിച്ചറിയുന്നത് കൊണ്ട് കൂടിയാവാം എന്താണെങ്കിലും വീണ ജോർജിനെ ഇനി അഭിനയിപ്പിക്കേണ്ടതില്ല, അതായത് മന്ത്രി ആയിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവായിട്ടോ അഭിനയിപ്പിക്കേണ്ടതില്ല എന്നുള്ളത് CPMനോട് ശക്തമായിട്ട് ഈ ജോർജ് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്താണെങ്കിലും അതിനിടയ്ക്ക് മറ്റ് പല വാർത്തകളും വരുന്നുണ്ട്. അവരുടെ കുടുംബ ജീവിതത്തിൽ പോലും കൂടെ ഭയങ്കര വിള്ളലുകൾ വരുത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അത് എന്തുമായിക്കോട്ടെ, നമ്മൾ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. അത് അവരുടെ കുടുംബ പ്രശ്നമായിരിക്കാം. സ്വാഭാവികമായിട്ട് അത്തരം വിഷയങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞു വരാനുള്ള സാധ്യതകളുണ്ട്, ഇല്ലയെന്നൊന്നും നമ്മൾ പറയുന്നില്ല. എത്രയൊക്കെ ആണെങ്കിലും ശരി, ആ വീണയുടെ ആ ഒരു അഭിനയം അത് അതിനെ ഒത്താശ ചെയ്തു കൊടുത്ത സഭാനാഥനാണെങ്കിലും സഭാ നേതാവാണെങ്കിലും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ഏറ്റവും വലിയ തലതൊട്ടപ്പൻ എന്നൊക്കെ പറയപ്പെടുന്ന രീതിയിലുള്ള സ്റ്റേറ്റ് സെക്രട്ടറി ഗോവിന്ദനാണെങ്കിലും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുടെ കാര്യം പിന്നെ പറയേണ്ടതില്ല, ആ ഒരു ലേബിൾ മാത്രമേ ഉള്ളൂ. വല്ലപ്പോഴും അവിടെ ഇരുന്നുകൊണ്ട് ഒരു പ്രസ്താവന നടത്താം എന്നുള്ളതിൽ കഴിഞ്ഞ് അദ്ദേഹത്തിന് വലിയ റോളൊന്നുമില്ല. എന്താണെങ്കിലും ഈ പ്രാവശ്യം CPMൻ്റെ വനിതാ സ്ഥാനാർത്ഥികളായിട്ട് മുന്നിൽ കണ്ടിരുന്ന 2 വനിതകൾ ഈ വീണാഭിനയത്തോടു കൂടി അപ്രത്യക്ഷമാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത്. ബാക്കിയുള്ള വനിതകളുടെ കാര്യം അഭിനയിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ മത്സരിച്ച് കഴിഞ്ഞാലും വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും ഈ വീണയും പ്രത്യേകിച്ച് വീണ ജോർജും ചിന്താ ജെറോമും, കാരണം വീണ ജോർജിൻ്റെ ആ അഭിനയത്തിന് ഏറ്റുപിടിച്ച് ചിന്താ ജെറോം കൊല്ലത്ത് നടത്തിയ ഒരു പ്രകടനത്തോടുകൂടി ചിന്താ ജെറോമിൻ്റെ അഡ്രസ്സും ആകെ ഫ്ലോപ്പായി. ഇനിയിപ്പോൾ ചിന്താ ജെറോമിനും പൊതുമണ്ഡലത്തിൽ രാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് ശക്തമായിട്ടൊരു വോട്ട് ചോദിക്കാനോ ജനങ്ങളെ അഭിമുഖീകരിക്കാനോ പറ്റാത്ത സാഹചര്യമാണ്. കാരണം ചിന്താ ജെറോമാണെങ്കിൽ പോലും കൂടെ ഡോക്ടറേറ്റൊക്കെ വാങ്ങിയത് ചെങ്ങമ്പുഴയുടെ കവിത പോലും കൂടെ വൈലോപ്പള്ളിക്ക് എടുത്തു കൊടുത്തുകൊണ്ട്, ശരിക്കും പറഞ്ഞാൽ ചെങ്ങമ്പുഴയുടെ വാഴക്കുല വൈലോപ്പള്ളിക്ക് കട്ടുവിറ്റുകൊണ്ട് ഡോക്ടറേറ്റ് വാങ്ങി എന്നുള്ള ഒരു ആരോപണമാണ് ചിന്താ ജെറോമിന് നിലവിലുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ ഈ ഏറ്റവും വലിയ പ്രമാദമായ മുദ്രാവാക്യം, അച്ഛനില്ലാ നേരത്ത് അമ്മയ്ക്കുണ്ടായ പട്ടികളെ നാറികളെ എന്നൊക്കെ വിളിച്ചുള്ള ആ മുദ്രാവാക്യം, സ്ത്രീ സുരക്ഷ, സ്ത്രീ സംരക്ഷകയും സ്ത്രീയുടെ വേണ്ടി വാദിക്കുന്ന വ്യക്തിയും അതോടൊപ്പം തന്നെ സാംസ്കാരിക നായികയും യുവജന കമ്മീഷൻ ചെയർപേഴ്സണായിട്ട് മുമ്പ് പ്രവർത്തിച്ചിരുന്നു എന്നുള്ള ആ ലേബലും എല്ലാം മൊത്തത്തിൽ ശരിക്കും ഫ്ലോപ്പായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ചിന്താ ജെറോമിന് ഇനിയിപ്പോൾ കൊല്ലത്താണെങ്കിലും ശരി മുഖം കാണിക്കാത്ത ഒരവസ്ഥയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ചിന്താ ജെറോമും എന്താണെങ്കിലും ഇനി അടുത്ത പ്രാവശ്യം ഇലക്ഷന് നിൽക്കാൻ ചാൻസ് ഇല്ല. ഇനി നിന്നാൽ തന്നെ CPMൻ്റെ ലേവലിലാണെങ്കിലും പിണറായി സ്തുതി മാത്രം പാടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ചാൻസ് ഉണ്ടാവാം. കാരണം ഇപ്പോൾ CPMൻ്റെ ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പിണറായി സ്തുതി പാഠകർക്ക് മാത്രമേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ CPM-ൽ സീറ്റുള്ളൂ. അതിനെപ്പറ്റി നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സോഷ്യൽ മീഡിയ മൊത്തത്തിൽ അത്തരം കാര്യങ്ങൾ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പിണറായിസ്റ്റുകളായിട്ടുള്ള ഈ ചുരുക്കം ചില സ്തുതി പാഠകർ മാത്രം ആയതുകൊണ്ട് ചിലപ്പോൾ നിർത്തുമായിരിക്കും. പക്ഷേ നിന്നാൽ പോലും ഇവിടെ പച്ച തൊടാൻ ചിലപ്പോൾ കെട്ടിവെച്ച കാശ് പോലും ചിന്താ ജെറോമിനൊക്കെ കിട്ടുന്ന കാര്യം സംശയമാണ്. അതുപോലെ തന്നെ വീണ ജോർജിൻ്റെ കാര്യം. വീണ ജോർജ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ വീണ ഓസ്കർ അഭിനയത്തിന് ശേഷം ആദ്യമായിട്ട് പത്തനംതിട്ടയിൽ ഒരു ചെറിയ പൊതുപരിപാടിയിൽ പങ്കെടുത്തിട്ട് അതിൻ്റെ പത്രമാധ്യമങ്ങളിലൂടെ വന്ന വീഡിയോസ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് 10 പേര് ശരിക്കും വിരളിൽ എണ്ണി 10 പേര് പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. സ്റ്റേജിലിരുന്ന ആ ഒരു 4-5 പേരൊഴിച്ച് 2-3 പ്രവർത്തകരെന്ന വണ്ണം, അതായത് കരിങ്കൊടി കാണിക്കാൻ പോലും കൂടെ 2-3 പ്രവർത്തകരായിരുന്നു വീണ അഭിനയത്തിൽ KSUക്കാരായിട്ട് ആ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നത്. അതിന് സമാനമായ രീതിയിൽ കൃത്യമായി എണ്ണി പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പേര് മാത്രമാണ് വീണ ജോർജ് അടുത്ത ഒരു പൊതുപരിപാടിയിൽ പ്രേക്ഷകരായിട്ടുണ്ടായിരുന്നത്. കസേരകൾ 100 കണക്കിന് കസേരകളുണ്ടായിരുന്നു, എല്ലാം കാലിയായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഈ അവസ്ഥയിലേക്ക് അവരെ പിണറായിസ്റ്റുകൾ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെറുത്തുപോയി എന്നാണ് ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം ആ ഒരു വിഷയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിണറായിസ്റ്റുകൾക്ക് മൊത്തത്തിൽ കിട്ടിയ ഒരു ഡാമേജാണ്. അത് വീണനെ ആ രംഗത്തേക്ക് വലിച്ചഴിച്ചത് ശരിക്കും പറഞ്ഞാൽ സഭാനാഥനും സഭാ നേതാവും കൂടിയാണോ എന്ന് തന്നെ അന്ന് തന്നെ സംശയിച്ചിരുന്നു. കാരണം വീണ ജോർജിന് പരിക്ക് പറ്റിയെന്നും പറഞ്ഞിട്ട് ഓടി റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെന്നത് സഭാനാഥനാണ്. അതിനുശേഷം തൊട്ടുപുറകെ വീണ ജോർജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയപ്പോഴത്തേക്ക് ഓടിച്ചെന്നത് സഭാ നേതാവാണ്. ഇവരുടെ രണ്ടുപേരുടെയും പ്രസ്താവനകളിലൂടെ തന്നെ കേരളം പിറ്റേ ദിവസം അന്ന് രാത്രി മുതൽ തന്നെ പിറ്റേ ദിവസം 2-3 ദിവസത്തേക്ക് കേരളം മൊത്തത്തിൽ കലുഷിതമായിരുന്നു. അതിൻ്റെ പേരിൽ നമ്മുടെ പൊതുസമൂഹത്തിൽ വളരെയധികം നാശനഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. അതിൽ വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ നികുതിപ്പണം എടുത്തുകൊണ്ട് ശരിക്കും ഇവിടുത്തെ ഭരണ നിയമ സംവിധാനങ്ങൾ അതിനെ പ്രതിരോധിക്കാനായിട്ട് ശക്തമായിട്ട് ഇടപെട്ടതിൻ്റെ ഫലമായിട്ട് വൻ സാമ്പത്തിക നഷ്ടം വരെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം വന്നിരിക്കുന്ന പല വിഷയങ്ങളിലാണെങ്കിൽ പോലും കൂടെ ഈ പൊതുസമൂഹത്തിന് വന്നിരിക്കുന്ന ഡാമേജിൻ്റെ മെയിൻ കാരണക്കാരി വീണ ജോർജ് ആണ് എന്നുള്ളതിലേക്ക് ചുരുക്കി കൊണ്ടുവരുന്ന ഒരു സാഹചര്യം പിണറായിസ്റ്റുകൾ അവലംബിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. കാരണം പിണറായിസ്റ്റുകളെ സംബന്ധിച്ച് ആർക്ക് എത്ര ഡാമേജുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് തങ്ങളുടെ ഭാഗം സുരക്ഷിതമാക്കുക. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിണറായിസ്റ്റിൻ്റെ അപ്പസ്തോലൻ എന്നറിയപ്പെടുന്ന പിണറായി വിജയൻ്റെ കുടുംബത്തിനും മാത്രം സംരക്ഷണം ഒരുക്കുക എന്നുള്ള ഒരു ഹിജൻ അജണ്ട അവരെപ്പോഴും പാലിക്കുന്നുണ്ട്. അത് ഇപ്പോൾ നിലവിൽ അത് വീണ ജോർജിൻ്റെ ഒരു തുടക്കത്തിൽ നിന്നുകൊണ്ടാണെങ്കിൽ വീണ ജോർജിലേക്ക് അത് ഏകോപിപ്പിച്ചുകൊണ്ട് വീണ ജോർജിലേക്ക് അത് ശരിക്കും ആരോപിക്കപ്പെട്ടുകൊണ്ട് അവിടെ ഒതുക്കി തീർക്കുക ആ ഒരു രീതിയായിരിക്കാം. ഇനി അതിന് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ വേണ്ടി വന്നുള്ള സാക്ഷാൽ MV ഗോവിന്ദനെ തന്നെ ഒതുക്കി ഇല്ലാതാക്കുന്നതിനും പിണറായിസ്റ്റുകൾക്ക് യാതൊരു മടിയുമില്ല. കാരണം അത്തരം പ്രവർത്തനങ്ങളാണ് അവർ സ്ഥിരം അവലംബിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് നമുക്കറിയാവുന്ന പോലെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് പോലെ തന്നെ ശരിക്കും CPM-ൻ്റെ ശക്തരായിട്ടുണ്ടായിരുന്ന ഒരുവിധം ക്വാളിറ്റിയുള്ള പൊതുസമൂഹ മണ്ഡലത്തിൽ കുറച്ചെങ്കിലും ജനങ്ങളുടെ ഒരു അംഗീകാരവും മതിപ്പും ഉണ്ടായിരുന്ന വ്യക്തികളായിരുന്ന KK ശൈലജനെ പല ഘട്ടങ്ങളിലായിട്ട് ഒതുക്കി ഇല്ലാതാക്കിയതും, അതുപോലെ തന്നെ K രാധാകൃഷ്ണൻ മുൻ മന്ത്രിനെ ഒതുക്കി ഇപ്പോൾ MP ആക്കി പാർലമെൻറ്റിലേക്ക് ദില്ലിയിലാക്കി ഒതുക്കി നിർത്തിയിരിക്കുന്നതും, അതുപോലെ തന്നെ P ജയരാജൻ മുൻ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്ന വ്യക്തിയെ ഒതുക്കി ഇല്ലാതാക്കിയതും. കാരണം അത് തന്ത്രപരമായിട്ട് ഒതുക്കാനായിട്ട് ഈ പിണറായിസ്റ്റ് അപ്പസ്തോലിന് കൃത്യമായിട്ട് അറിയാം. അതോടൊപ്പം തന്നെ ഇപ്പം MV ഗോവിന്ദനാണെങ്കിൽ പോലും കൂടെ ഒരു കാലഘട്ടത്തിൽ ഈ ഭരണകൂട ഭീകരതയ്ക്കെതിരെ ചെറിയതായിട്ടൊന്ന് ശബ്ദമുയർത്തുന്ന രീതിയിലേക്ക് ഒന്ന് തലപൊക്കി വന്നപ്പോഴത്തേക്കും MV ഗോവിന്ദനെ ശരിക്കും ചെവിക്ക് പിടിക്കുന്ന വർണ്ണം പിടിച്ച് MV ഗോവിന്ദനിപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ പിണറായി സ്തുതി വിട്ട് വേറൊന്നും പുള്ളിയുടെ വായിൽ നിന്നും വരുന്നില്ല. അതോടൊപ്പം തന്നെ ഇപ്പം ആന്തൂർ നഗരസഭയിലെ MV ഗോവിന്ദൻ്റെ ഭാര്യയായിരുന്ന കാലത്താണ് ശരിക്കും അവിടെ ഒരു വ്യവസായി മരണപ്പെട്ട ആന്തൂർ സാജൻ, അതായത് കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ ഒരു വ്യവസായം തുടങ്ങാനായിട്ട് വന്ന സാഹചര്യത്തിൽ ആ ഒരു വ്യക്തിക്ക് അവിടെ അത് തുടങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിൽ ശരിക്കും ആ ഒരു വ്യക്തിയെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിയാണ് ശരിക്കും MV ഗോവിന്ദൻ്റെ ഭാര്യ ശ്യാമള, PK ശ്യാമള. ആ ശ്യാമളനെ ഈ പ്രാവശ്യം കാഞ്ഞങ്ങാട് നിർത്തി മത്സരിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ പിണറായി സ്തുതി കൊണ്ട് മാത്രം കാര്യങ്ങൾ സാധിച്ചെടുക്കുക എന്നുള്ള ഒരു അജണ്ട ഗോവിന്ദനും ഉണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം.
പക്ഷേ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയെല്ലാം സംഭവിക്കുന്നത് ഇവർക്കൊക്കെ ശക്തരായിട്ടുള്ള പ്രതിയോഗികൾ ഇല്ലാതാക്കുക എന്നുള്ള ഒരു ഹിഡൻ അജണ്ടകൾ ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം പ്രതിപക്ഷത്തുള്ള നേതൃനിരയിൽ ഉള്ളവരാണെങ്കിൽ പോലും കൂടെ ശക്തമായിട്ട് പ്രതികരിക്കുന്നവരൊന്നും ഉണ്ടാവരുത്. അതുകൊണ്ട് തന്നെയാണ് മാത്യു കുഴൽനാടന് അതിനേക്കാളെല്ലാം ഉപരി നമ്മുടെ രാഹുൽ മാക്കൂട്ടത്തൊക്കെ ഒരു കാരണവശാൽ രാഷ്ട്രീയ രംഗത്തേക്ക് വരുത്താതിരിക്കാനൊക്കെ ആയിട്ട് പരമാവധി കടന്നുകൊണ്ട് പരിശ്രമിക്കുന്നത്. പക്ഷേ ഇവിടെയൊന്നും ഈ പൊതുജന വികാരം വിപരീതമായതുകൊണ്ട് പ്രതിപക്ഷത്തിന് രാഹുൽ മാക്കൂട്ടത്തെ ഇനിയിപ്പോൾ ഏതായാലും ഒരു കാരണവശാലും തള്ളിക്കളയാൻ സാധിക്കാത്തതുകൊണ്ട് രാഹുൽ മാക്കൂട്ടം അടുത്ത ഇലക്ഷനിൽ മത്സരിക്കുമെന്നുള്ള കാര്യം 100% ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നത്. പാലക്കാടാണെങ്കിലും ശരി, അടൂരാണെങ്കിലും ശരി, മറ്റെവിടെയാണെങ്കിലും തന്നെ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാക്കൂട്ടം കളം നിറഞ്ഞ് കളിക്കുന്ന കളിക്കാരനെ പോലെ പല മണ്ഡലങ്ങളിൽ ഇപ്പോൾ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ പേര് പറഞ്ഞു കേൾക്കുന്നത്. അത് പാലക്കാട്, അടൂര്, അതുപോലെ ധർമ്മടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പോലും കൂടെ മത്സരിക്കാൻ ഏറ്റവും കപ്പാസിറ്റി ഉള്ള ഒരു യുവ നേതാവായിട്ട് രാഹുൽ മാക്കൂട്ടം ഇപ്പോൾ പരിഗണിക്കപ്പെട്ടു കഴിഞ്ഞു. കാരണം രാഹുൽ മാക്കൂട്ടത്തിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊതുസമൂഹം കാണുന്ന ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോട് കാണുന്ന പ്രതിപക്ഷ നിരയിൽ ശക്തനായ ഒരു നേതാവ് എന്ന് പറയുന്നത് രാഹുൽ മാക്കൂട്ടം തന്നെ ആയതുകൊണ്ട് രാഹുൽ മാക്കൂട്ടത്തിലൂടെ മാത്രമേ പ്രതിപക്ഷത്തിന് ശക്തമായിട്ടൊരു തിരിച്ചറിവ് സാധിക്കുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവ് ഇപ്പോൾ പ്രതിപക്ഷ നേതൃത്വ നിരയ്ക്കും ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് വളരെ ആശാവഹമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ പോലും കൂടെ പ്രതിപക്ഷത്ത് മറ്റുള്ളവരാര് മത്സരിച്ച് ജയിച്ചു വന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല. രാഹുൽ മാക്കൂട്ടത്തെ പോലുള്ളവരോ അല്ലെ മാത്യു കുഴൽനാടനെ പോലുള്ളവരോ അതും അല്ലെങ്കിൽ ഷാഫി പറമ്പലിനെ പോലുള്ളവരോ അങ്ങനെ കുറച്ച് പേര് ഇപ്പം നമ്മൾ ഇവരെ മാത്രം പറയല്ല, ഇവരെയും കുറച്ച് പ്രതിപക്ഷ നിരയിലെ കുറച്ച് കൊള്ളാവുന്ന കുറച്ച് യുവ നേതാക്കന്മാരൊക്കെ ഉണ്ട്. അവരൊക്കെ കടന്നു വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഭരണപക്ഷത്ത് വന്നു കഴിഞ്ഞാലും പ്രതിപക്ഷത്ത് വന്നു കഴിഞ്ഞാൽ ഈ പിണറായിസ്റ്റുകൾക്ക് എപ്പോഴും ഒരു പാരയാണെന്നുള്ളത് പിണറായിസം കൈകാര്യം ചെയ്യുന്ന അപ്പസ്തോലനായ ശ്രീ പിണറായി വിജയൻ തന്നെ തിരിച്ചറിയുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമായൊരവസ്ഥയാണ്. നമുക്കറിയാം, ലാവ്ലിൻ കേസ് 40 തവണ മാറ്റി വെപ്പിച്ചുവെങ്കിൽ പോലും കൂടെ ഇപ്പോൾ ചില പൊതുപ്രവർത്തകരൊക്കെ ഇനി അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ സുപ്രീം കോടതിയുടെ വിശ്വാസ്യത വരെ നഷ്ടപ്പെടുന്നു എന്നുള്ള നിലയിലേക്ക് സുപ്രീം കോടതിയോട് വരെ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ലാവ്ലിൻ കേസാണെങ്കിലും അതേപോലെ തന്നെ ഈ പിണറായിയുടെ ഇപ്പോഴത്തെ ഈ രോഗാവസ്ഥയാണെങ്കിലും നമുക്കറിയാം എന്തൊരു വിഷയം വന്നു കഴിഞ്ഞാൽ അടിക്കടി ഓടുന്ന അമേരിക്കയിലേക്കാണ്. ഇതെന്താണ് ഈ പൊതുജനത്തിൻ്റെ ഈ ഫണ്ട് എടുത്തുകൊണ്ട് ഇങ്ങനെ അമേരിക്കയ്ക്ക് പോയി ചികിത്സിക്കുന്നത്, ഇതിന് മാത്രം വലിയ രോഗം എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനൊന്നും കൃത്യമായിട്ട് ഉത്തരങ്ങളൊന്നും തരാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും എന്തോ മാരകമായ രോഗത്തിനടിമയാണ്, അല്ലെങ്കിൽ തന്നെ ഇത്രയും പ്രായാധിക്യം മൂലമുള്ള പല അസ്വസ്ഥതകൾ അദ്ദേഹം അനുഭവപ്പെടുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ടും കൂടിയാണുള്ള പല സന്ദർഭങ്ങളിൽ പോലും 1% പോലും പ്രതികരിക്കേണ്ടാത്ത കാര്യങ്ങളിൽ പോലും കൂടെ പ്രതികരിച്ച് കാണുന്നത്. മൈക്ക് കേടായി കഴിഞ്ഞാൽ അപ്പോൾ മൈക്കിനോട് ചൂടാവും, അല്ലെങ്കിൽ മൈക്ക് ഓപ്പറേറ്ററുടെ പേരിൽ കേസെടുക്കും. ഇനി അതും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമ്മേളനത്തിനകത്ത് അവതാരിക താങ്ക് യു സാർ എന്നങ്ങനെ ഒരു വാചകം പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട നിങ്ങൾ അമ്മാതിരി പണിയൊന്നും പറയണ്ട, നിങ്ങൾ നിങ്ങളുടെ വർക്ക് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ അനാവശ്യമായി തട്ടിക്കയറുന്ന ഒരു സ്വഭാവം. അപ്പോൾ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ മാനസിക സംഘർഷം, ഭയങ്കരമായ പിരിമുറുക്കം അദ്ദേഹം അനുഭവിക്കുന്നു. അപ്പോൾ അദ്ദേഹം അതിനകത്ത് പകരക്കാരനായിട്ട് അദ്ദേഹം കാണുന്നത്, കാരണം കൊള്ളാവുന്ന വേറെ ആരുമില്ല, കൊള്ളാവുന്ന ആൾക്കാരെയൊക്കെ അദ്ദേഹം ഒതുക്കി നിർത്തുന്നു. അതിൻ്റെ മൂല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പുത്രി സ്നേഹമാണ്. കാരണം തൻ്റെ മകളുടെ 2ാം കെട്ട് കെട്ടിയ വകയിൽ കെട്ടിയ ഒരു മന്ത്രിസ്ഥാനം വെച്ചുകൊണ്ടിരിക്കുന്ന നാടൻ ഭാഷ പറഞ്ഞ ഒരു കഴിവുമില്ലാത്ത ഒരു മരുമോനെ, ആ മരുമോനെയെങ്കിലും പിടിച്ച് അടുത്ത പ്രാവശ്യം വേണ്ടി വന്നു കഴിഞ്ഞാൽ പകരം മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തെങ്കിലും അവരോധിച്ചുകൊണ്ട് ഭരണം പിന്നിൽ നിന്നുകൊണ്ടാണെങ്കിലും കളിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ കളിക്കണം. ആ ഒരു ഉദ്ദേശത്തിലും അതിന് അതല്ലെങ്കിൽ പോലും കൂടെ പ്രതിപക്ഷത്തായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പോലും ഭരണപക്ഷത്ത് കൊള്ളാവുന്ന നല്ല കഴിവുള്ള നേതാക്കന്മാർ കടന്നു വരാൻ പാടില്ല. അതായത് UDF അടുത്ത പ്രാവശ്യം ഭരണം കിട്ടുവാണെങ്കിൽ പോലും നല്ല കൊള്ളാവുന്ന നേതാക്കന്മാരൊന്നും ആ ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വരരുത് എന്നുള്ളൊരു ഹിജൻ അജണ്ട ഈ പിണറായിസ്റ്റ് മനോഭാവത്തിൻ്റെ ഉത്തുംഗ ശൃംഖത്തിൽ നിൽക്കുന്ന ഉന്നതരായിട്ടുള്ള നേതാക്കൾക്ക്, പ്രത്യേകിച്ച് പിണറായി വിജയന് തന്നെ ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് രാഹുൽ മാക്കൂട്ടത്തെ പോലുള്ളവർ കടന്നു വരരുത് എന്ന് ശക്തമായിട്ട് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ എത്ര ആഗ്രഹിച്ചു കഴിഞ്ഞാലും നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നത് പോലെ തന്നെ ഇവിടെ നീതിബോധമുള്ള പൊതുസമൂഹത്തിലെ മഹാഭൂരിപക്ഷം മലയാളികൾ, അത് ലോകത്തുള്ള സകല മലയാളികളിൽ മഹാഭൂരിപക്ഷം പേരും ഇപ്പോഴും ഈ രാഹുൽ മാക്കൂട്ടത്തെ പോലുള്ളവർ തന്നെ പൊതുമണ്ഡലത്തിലേക്ക് ഉയർന്നു തന്നെ നിൽക്കണം. പൊതുമണ്ഡലത്തിൽ രാഷ്ട്രീയത്തിലാണെങ്കിലും ഭരണതലത്തിലാണെങ്കിലും പ്രതിപക്ഷത്താണെങ്കിലും ശക്തമായ സാന്നിധ്യമായിട്ട് നിലകൊള്ളേണ്ടതുണ്ട് എന്നുള്ള തിരിച്ചറിവിൽ പൊതുസമൂഹത്തിൻ്റെ ആ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പ്രതിപക്ഷവും ഉണർന്നിപ്പോൾ പ്രവർത്തിച്ചു വരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അതിൽ
പൊതുസമൂഹത്തിൻ്റെ ആ വികാരത്തിനോടൊപ്പം പ്രതിപക്ഷവും നിൽക്കുന്നു എന്നുള്ളത് ആശാവഹമായി കണ്ടുകൊണ്ട് പൊതുസമൂഹം ഈ പിണറായിസ്റ്റ് ഭരണകൂട ഭീകരതയ്ക്കെതിരെ അതിശക്തമായിട്ട് വിധി എഴുതാനായിട്ട് നിലനിൽക്കുമ്പോൾ അതിന് അനുസൃതമായിട്ടുള്ള ആ നിലപാട് പ്രതിപക്ഷവും സ്വീകരിക്കുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. ഏവർക്കും നന്ദി.